ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മള് 8ാം ക്ലാസ്സിന്റെ ഹിന്ദിയിൽ ആ പാഠമാണ് എടുക്കാൻ പോണത്. शहंशाह अकबर को कौन सिखाए? ഫസ്റ്റ് നമ്മള് ഇക്കായി യൂണിറ്റിൽ നോക്കുക. ചെറുകിന്റെ പകരം എന്താണ്? ചെറുകളുടെ പകരം പുസ്തകങ്ങളാണ് അല്ലെ? പുസ്തകങ്ങളുടെ പേജുകളാണ്. നമുക്ക് പല ചിത്രങ്ങൾ കാണാൻ, ചന്ദ്രനും സൂര്യനും കുറെ മാപ്പും ഇതൊക്കെ കാണാനുണ്ട്. നമുക്ക് പുസ്തകങ്ങൾ വിദ്യ നൽകും. ജ്ഞാൻ മധു ചിത് കർത്തി ഹെ. മധുമഖി പറഞ്ഞ ഇപ്പൊ തേനീച്ചകളുടെ ചെറുകളുടെ പകരം പുസ്തകങ്ങളാണ്. അപ്പൊ തേനീച്ച മധുമഖി കിസ്കെ ലിയെ, ആർക്ക് വേണ്ടിയിട്ടാണ്? എന്താ മധു? മധു പറഞ്ഞ തേന്, നല്ല മധുരമുള്ള തേന് നിങ്ങൾ എല്ലാവരും രസിച്ച് നോക്കിയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ നമുക്ക് തേന് എവിടെ നിന്ന് കിട്ടുന്ന? തേനീച്ച കൂടുന്നു. അപ്പൊ അതൊക്കെ ആരുണ്ടാക്കണത്? നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കണാണോ? അല്ല. തേനീച്ചകള് അവര് ശേഖരിച്ചു കൊടുന്ന പൂക്കളെന്നും മറ്റു ചെടികളെന്നും ഒക്കെ എടുത്ത് കൊടുന്നിട്ട് സഞ്ചിത് കർത്തി ഹെ. സഞ്ചിത് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ട് ഇവര് സഞ്ചിത് കർത്തി ഹെ പറഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ശേഖരിക്കുന്നത്? അപ്പൊ ശേഖരിച്ച് നമ്മൾ ആരാണ് അതൊക്കെ എടുത്ത് വെക്കുന്നത്? നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോ ഇതുപോലെ നമ്മളുടെ പുസ്തകങ്ങൾ നമുക്ക് എന്ത് തരുന്നു? ജ്ഞാനം തരുന്നു. നമ്മള് പുസ്തകങ്ങളിൽ ശേഖരിച്ച വിദ്യകളാണ് നമ്മള് പഠിച്ച് എല്ലാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും. നമ്മള് അത് വിദ്യ എന്നുള്ള പുസ്തകങ്ങളിലുള്ള അറിവുകൾ നമ്മൾ നേടും ചെയ്യണം. എന്നിട്ട് അത് മറ്റുള്ളവർക്ക് അറിവ് നേടിക്കൊടുക്കും വേണം. അപ്പൊ അതാണ് പറയണത്, മധുമഖി കിസ്കെ ലിയെ മധു സഞ്ചിത് കർത്തി. മധുമഖി ചെയ്യണ പോലെ ചെയ്യണ പോലെ നമ്മളും നമ്മളുടെ വിദ്യ നമ്മള് പഠിച്ചെടുക്കുക, എന്നിട്ട് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോ ഇതില് അപ്പൊ മധുമഖി ചെയ്യണ പോലെ തന്നെ എന്ത് വേണം? നമ്മൾ മറ്റുള്ളവർക്ക് എല്ലാതും അറിവുകളും അറിവനും ജ്ഞാനങ്ങളും വിദ്യയൊക്കെ നമ്മള് പകർന്നു കൊടുക്കണം. അപ്പൊ നമ്മള് ഒതുക്കി വെക്കുകയല്ല ചെയ്യേണ്ടത്. ഇപ്പൊ തേനീച്ച മറ്റുള്ളവർ നമ്മള് തേനൊക്കെ ശേഖരിച്ചിട്ട് എന്ത് ചെയ്യണ്? മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണു? പകർന്ന് കൊടുക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ടല്ല അവര് സഞ്ചിത് കർത്തി ഹെ. സഞ്ചിത് പറഞ്ഞാൽ സ്റ്റോർ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല. അവര് കുറച്ചൊക്കെ കുടിക്കുന്നുണ്ടാവും ഭക്ഷണമായിട്ട്. പിന്നെ ബാക്കിയൊക്കെ ആരെടുക്കണത്? മനുഷ്യന്മാരല്ലേ? നമ്മൾക്കൊക്കെ പകർന്നു തരുന്നുണ്ട് മധുരമായ തേന്. മധുരമായ വാചകങ്ങളുമായിട്ടും ജ്ഞാനത്തുകൂടെ നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റും എന്നാണ് ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സന്ദേശം അതാണ്. ഇനി അടുത്ത നമ്മള് ഒരു നാടൻ കഥയാണ് ലോക് കഥ പറഞ്ഞാല്. അപ്പൊ നിങ്ങള് ഷെഹൻഷാ അക്ബറും ബീർബലിന്റെ കഥകളൊക്കെ ഇഷ്ടംപോലെ വായിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസകരമായ കഥകളാണ് അല്ലെ? ഇവിടെ ഷെഹൻഷാ പറയുന്ന അക്ബർ ചക്രവർത്തിയാണ് അല്ലെ? അക്ബർ ചക്രവർത്തിന്റെ മന്ത്രിയായിരുന്നു ബീർബൽ. ബീർബൽ ഭയങ്കര എന്താണ്? ക്ലവർ പറഞ്ഞ നല്ല ചതുരമായ ബുദ്ധിശാലിയും ധൈര്യശാലിയുമുള്ള ഒരു മന്ത്രിയായിരുന്നു. എന്ത് ചോദ്യവും പ്രശ്നവും വന്നാല് അതില് എന്താണ്? അക്ബറിനെ സഹായിച്ചിരുന്നാണ് ആര്? ബീർബല്. അപ്പൊ ബീർബലിന്റെ ശരിക്കുള്ള പേര് ആർക്കെങ്കിലും അറിയോ? ബീർബലിന്റെ ശരിക്കുള്ള പേര് എന്തായിരുന്നു? മഹേഷ് ദാസ്. അയാള് കാശിയിൽ താമസിക്കുക, അങ്ങനെ ഉപരിപഠന പണ്ഡിതനൊക്കെ ആയിരുന്നു. പഠിച്ചതൊക്കെ അവിടെയാണ്. അങ്ങനെ എങ്ങനെയാണ് ബീർബലിന് പേര് വന്ന്? അത് അക്ബർ ഇട്ടതാണ്. ബീർബൽ പറഞ്ഞ ധൈര്യവും ബലശാലിയും ഒക്കെ ആയ ഒരു അതിന്റെ അർത്ഥം, ബീർബലിന്റെ അർത്ഥം തന്നെ അതാണ്. അങ്ങനെയാണ് ആ പേര് വന്നത് ബീർബലിന്. ശരിക്കുള്ള പേര് എന്തായിരുന്നു? അസ്ലി നാം ക്യാ താ?
മഹേഷ് ദാസ് ചത്തൂർ, നല്ല ബുദ്ധിശാലിയും. ഹി വാസ് എ വൈസ് മിനിസ്റ്റർ. വൈസ് മിനിസ്റ്റർ പറഞ്ഞ നല്ല ബുദ്ധിയുള്ള ഒരു മന്ത്രിയായിരുന്നു. എന്ത് പ്രശ്നത്തിനും പരിഹാരം കാണിച്ചു തരുന്നിരുന്നു അക്ബറിന്. ഇപ്പോ അക്ബറിന്റെ കൊട്ടാരത്തില് ഒരു മന്ത്രിയായിരുന്നു ബീർബൽ. അപ്പൊ അയാളുടെ എന്താണ് ബുദ്ധിശാലിയും ധൈര്യത്തിലും പ്രസിദ്ധമായ പല കഥകളും ഉണ്ട്. അപ്പൊ നിങ്ങൾ അവസരം കിട്ടുകയാണെങ്കിൽ കഥകൾ വായിക്കുക. നല്ല രസകരമായ കഥകളാണ് അക്ബറിന്റെ ബീർബലിന്റെ. അപ്പൊ ഈ കഥയിൽ എന്താണ്, ഷെഹൻഷാ അക്ബർ കോ കോൺ സിഖായക, രാജാവായ അക്ബറിന് ആര് പഠിപ്പിക്കും. കോൻ പറഞ്ഞ ആര് പഠിപ്പിക്കും, സിഖായക നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ ജനിച്ച മുതലേ എന്താണ് നമുക്ക് എന്തെങ്കിലും അറിഞ്ഞിരുന്നോ? അല്ല, നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ നമ്മൾ പലതും ചെയ്തു നോക്കും. അങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പൊ മരണം വരെ നമ്മൾ എപ്പോഴും ഒരു ശിഷ്യനാണ്. നമ്മൾ എപ്പോഴും ഓരോ അറിവുകൾ പഠിച്ചുകൊണ്ടിരിക്കും. പഠനത്തിന് ഒരു അവസാനമില്ല. അതിന് വയസ്സോ പ്രായമോ ഒന്നും ഒരു വിഷയമല്ല, അല്ലേ? അപ്പൊ ഏത് പ്രായത്തിലും നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കാം. അതിന് ഈ പ്രായം വരെ പഠിക്കാൻ പാടുള്ളൂ അങ്ങനെ ഒരു നിബന്ധന ഇല്ല. നമ്മൾ എപ്പോഴും ഏത് പുസ്തകം മാത്രമല്ല, നമ്മൾ പരിസരത്ത് അല്ല നമ്മൾ വീട്ടില് എന്ത് നമ്മൾ ജോലി ചെയ്യണമെങ്കിലും നമ്മൾ അത് അറിഞ്ഞിരിക്കണം. പലതും നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പൊ ആ അറിവിന് ഒരു പ്രായവും പദവിയോ പരിധിയോ ഒരു അവസാനം ഇല്ല. അപ്പൊ ഈ കഥയിലൂടെ നമുക്ക് അതാണ് മനസ്സിലാവണത്. ഇപ്പൊ ഷെഹൻഷാ അക്ബർ, അപ്പൊ നമ്മള് കൊട്ടാരത്തിലേക്ക് കടക്കാണ്. അപ്പൊ നമ്മളുടെ ഈ കഥയിലെ ഷെഹൻഷാ ആരാണ്? അക്ബർ ചക്രവർത്തിയാണ്. അക്ബറിന്റെ മന്ത്രിയുടെ പേരാണ് ബീർബൽ. പിന്നെ ബീർബലിന്റെ ശരിക്കുള്ള പേര് അസ്ലി നാം ക്യാ ഥാ? എന്താണ്? മഹേഷ് ദാസ്. ആ പേര് എങ്ങനെ വന്ന്? ബീർബലിന്റെ പേര് ആരിട്ടത്? അതിട്ടത് അക്ബറാണ്. ബീർബലിന്റെ അർത്ഥം എന്താണ്? ധൈര്യശാലിയും വീരപുരുഷനും ബുദ്ധിമാനായ വ്യക്തിക്കാണ് നമ്മള് ബീർബൽ എന്ന് പറയാം. അപ്പൊ ബീർബൽ ബഹുത് നല്ല ചതുർ പറഞ്ഞ നല്ല ബുദ്ധിശാലിയായ ഒരു മന്ത്രിയായിരുന്നു. അപ്പൊ ഇത്രയും ആണ് നമ്മള് അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തില്. ഇനി എന്താണ് ബീർബലിന്റെ പുതിയതായിട്ടുള്ള എന്ത് ഇതാണ് നടക്കാൻ പോണത് അറിവ്. ഷെഹൻഷാ അക്ബർ ഗംഭീർ ചർച്ച മേ മകൻ. ഗംഭീർ ചർച്ച പറഞ്ഞ സീരിയസ് ആയിട്ട് എന്തോ ഒരു ചർച്ച വിഷയം അവിടെ അതിൽ മകൻ അതിൽ മുഴുകിയിരിക്കുകയാണ്. വിദ്വാനോം കെ ഏക്, വിദ്വാനോ പണ്ഡിതോന്റെ ഒരു കൂട്ടം, ഏക് സമൂഹ് പറഞ്ഞ ഒരു കൂട്ടം അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദേഖ് രഹേ ഥേ. ഇപ്പൊ കൊട്ടാരത്തിൽ നിങ്ങൾക്ക് അറിയാം രണ്ട് എന്താണ് സിംഹാസനങ്ങളും കസാലകളൊക്കെ ഉണ്ട്. എല്ലാവരും ഇരിക്കുക, അവിടെ വിദ്വാൻമാർ ഇരിക്കുകയാണ്. ഭയങ്കര സീരിയസ് ആയിട്ട് ഗംഭീരായിട്ടുള്ള ചർച്ചയിലാണ്. അതിൽ മുഴുകിയിരിക്കണം. മകൻ പറഞ്ഞ മുഴുകിയിരിക്കുക വിദ്വാൻ. കേക്ക് സമൂഹത്തെ അവരെ ഒരു കൂട്ടത്തിന് അക്ബർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വേ ബീർബൽ കി ഓർ മുഡ്കർ ബോലെ. വേ ബീർബൽ കി ഓർ മുഡ്കർ ബോലെ. എന്താണ്? അവര് എല്ലാരും ബീർബലിന്റെ തിരിഞ്ഞ്, മുഡ്കർ തിരിഞ്ഞ് എന്തു പറഞ്ഞു? ബീർബൽ മേ ബഹുത് ചതുർ നഹീ ഹൂം. വേ ബീർബൽ, അക്ബർ എന്താണ് ബീർബലിന്റെ അടുത്ത് തിരിഞ്ഞ് പറഞ്ഞു, ഞാൻ അത്ര വലിയ ബുദ്ധിശാലി ഒന്നുമല്ല. ചതുർ നഹീ ഹൂ, ക്ലവർ ഒന്നും അല്ല ഞാൻ. बहुत सी ऐसी चीजें हैं जिनके बारे में मैं नहीं जानता. എന്താണ്? ബീർബൽ മേ ബഹുത് ചതുർ നഹീ ഹൂ. बहुत सी ऐसी, കുറേ സാധനങ്ങളുണ്ട്, വസ്തുക്കളുണ്ട്. എന്ത്? ജിൻകി ബാരെ മേ മേ നഹീ ജാനത. കുറേ വസ്തുക്കളുണ്ട്, അതിന്റെ എന്താണ് അതിനെ കുറിച്ചിട്ട്. ജിൻകെ ബാരെ പറഞ്ഞ അതിനെ കുറിച്ചിട്ട് എനിക്ക് ഒന്നും അറിയില്ല. മേ പറഞ്ഞ ഞാൻ കേട്ടോ. രണ്ട് മേ വന്നാല് ഞാൻ എന്നാണ് കേട്ടോ. അപ്പൊ ആ അതിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് അറിയില്ല പറയാണ്. ഇപ്പൊ ഈ മേ വന്നാല് ട്ടാ, ഈ രണ്ട് മേ ഇതുണ്ട്. ഈ മേ വന്നാല് ഞാൻ എന്നാണ് കേട്ടോ. ഐ, ഈ മേ വന്നാല് ഐ ആണ്. അപ്പൊ മേ നഹി ജാനത, എനിക്ക് കുറെ വസ്തുക്കളെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. മേ ഹർ ചീസ് കോ സീഖ്നാ ചാഹത്താ ഹൂം. എന്താ പറഞ്ഞ്? എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് പഠിക്കണം. സീഖ്ന പറഞ്ഞ എന്താണ്? എനിക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കണം. കൽ സെ മേരി പഠായി ശുരു ഹോ, ഇസ്കാ ഇന്തസാം കറോ.
मैं हर चीज को सीखना चाहता हूँ कल से मेरी പഠായി ശുരു പറഞ്ഞ നാളെ തൊട്ട് എന്റെ പഠിത്തം തുടങ്ങുകയാണ് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയില്ല അതുകൊണ്ട് എന്താണ് എനിക്ക് നാളെ തന്നെ എന്റെ പഠിത്തം തുടങ്ങാം കുറേ അറിവ് എനിക്ക് നേടാണ്ട് എനിക്ക് കുറേ കാര്യം എനിക്ക് അറിയില്ല ഇസ്ക ഇന്തിസാം കറോ പറഞ്ഞ ഇതിന് എന്ത് ചെയ്യണം ഇത് ഇസ്ക ഇന്തിസാം കറോ ഇതില് ഇതിന്റെ അറേഞ്ച്മെന്റ്സ് ചെയ്യാം ഇപ്പൊ നാളെ ക്ലാസ് ഞാൻ പഠനം തുടങ്ങുകയാണ് ട്യൂഷനോ അങ്ങനത്തെ ക്ലാസ്സുകൾ പോലെ നാളെ തുടങ്ങുകയാണ് അതിന്റെ ആ പരിപാടിക്കുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും റെഡിയാക്കാൻ പറയാണ് ഇസ്ക ഇന്തിസാം കറോ അപ്പോ അതൊക്കെ റെഡിയാക്കാൻ പറയുകയാണ് അപ്പൊ ഇതിൽ എന്താണ് മന്ത്രിയുടെ പേരെന്താണ് മന്ത്രിയുടെ പേരെന്താണ് ബീർബൽ ബീർബലിന്റെ അർത്ഥം എന്താണ് ധൈര്യശാലി വീരനായുള്ള ആണ് പേരിന്റെ അർത്ഥം ഈ പേര് ആരിട്ടത് അക്ബർ അക്ബർ ചക്രവർത്തിയാണ് പേരിട്ട് അക്ബർ ചക്രവർത്തിന്റെ പ്രിയപ്പെട്ട എന്താണ് പ്രിയപ്പെട്ട മന്ത്രിയാണ് അക്ബർ അല്ല ബീർബൽ അങ്ങനെ എന്താ പറഞ്ഞ നാളെ തൊട്ടിട്ട് എന്റെ ക്ലാസ്സുകൾ തുടങ്ങുകയാണ് അതിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാൻ പറഞ്ഞു ശരിന്ന് എന്താണ് എന്താ പറഞ്ഞത് ബീർബൽ പറഞ്ഞു ശരി നമുക്ക് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാം അഗ്ലി സുബ എന്താണ് അടുത്ത ദിവസം കണ്ടത് अगली सुबह जब शहंशाह ने दरबार में प्रवेश किया अगली सुबह जब शहंशाह ने दरबार में प्रवेश किया तो उनका स्वागत एक विचित्र दृश्य से ने किया विचित्र दृश्य എന്താണ് വിചിത്ര ദൃശ്യം പറഞ്ഞ ഒരു അത്ഭുതം വ്യത്യസ്തമായിട്ടൊരു ദൃശ്യം അഗ്ലി സുബ നെക്സ്റ്റ് അടുത്ത ദിവസം അന്നത്തെ ദിവസം പറഞ്ഞു അടുത്ത ദിവസം എനിക്ക് ക്ലാസ് തുടങ്ങണം അതിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞു ആര് ബീർബലിനോ ഇനി എന്താണ് അടുത്ത ദിവസം ഷെഹൻഷാ അക്ബർ ചക്രവർത്തി കൊട്ടാരത്തിൽ ദർബാറിൽ വന്നപ്പോ നമ്മളെ സിംഹാസനമൊക്കെ വെച്ച ഹോൾ ഉണ്ടാവില്ലേ അതിനെ ദർബാർ എന്ന് ഉദ്ദേശിക്കും കേട്ടോ അവിടെ വന്ന് പ്രവേശിച്ചപ്പോൾ എന്താ കണ്ടത് तो उनका स्वागत एक विचित्र दृश्य से हुआ സ്വാഗതം ഒരു അത്ഭുതപ്പെട്ട ഒരു ദൃശ്യമാണ് അവര് അക്ബർ കണ്ടത് എന്താ കണ്ടത് ദർബാർ തരകെ ലോകോ സെ അതാണ് വ്യത്യസ്തമായ ആൾക്കാരോട് നിറഞ്ഞിരിക്കുന്നു നിറഞ്ഞിരിക്കുന്നു വഹാ ബച്ചെ ഓർ ബുസുർഗ് थे അങ്ങനെയായിരുന്നു കുട്ടികളും ബുസുർഗ് പറഞ്ഞ വയസ്സായ ആൾക്കാർ എന്നാൽ വയസ്സായ ആൾക്കാരെ ബുസുർഗ് ഗൃഹിണിയാണ് വീട്ടിൽ ജോലി ചെയ്യണ ഹൗസ് വൈഫ് എന്നൊക്കെ പറയില്ലേ പണിയെടുക്കണ ഓർ ധോബിനെ പറഞ്ഞ തുണി അലക്കുകാരെ നമ്മൾ എന്ത് പറയുന്നു ധോബിൻ കിസാൻ പറഞ്ഞ കൃഷി ചെയ്യണ ആളെ നമ്മള് വയലുകളിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരെ നമ്മൾ എന്താ പറയാ കിസാൻ ഓർ കച്ചറ ബീന്നെ പോലെ കച്ചറ പറഞ്ഞ വേസ്റ്റ് ഒക്കെ പെറുക്കണ ബീന്നെ പോലെ വേസ്റ്റ് പെറുക്കണ ആൾക്കാര് ദുക്കാൻദാർ കടയിലുള്ള ആള് ഷോപ്പ് കീപ്പർ പറയില്ല നമ്മള് ലിപിക് മരത്തോണ്ട് പണിയെടുക്കണ ആശാരിമാരെയൊക്കെ പറയില്ല അതാണ് ലിപിക് ഥി മൂക്ക് ഓർ ജ്ഞാനി വിഡ്ഢികളും പണ്ഡിതന്മാരും മൂർക്ക് പറഞ്ഞ എന്താണ് വിഡ്ഢികൾ അല്ലെ അങ്ങനത്തെ ആൾക്കാര് ഒന്നും അറിവൊന്നും ഇല്ലാത്ത പല അങ്ങനത്തെ ആൾക്കാരും പിന്നെ ജ്ഞാനി പറഞ്ഞ അങ്ങനെ നല്ല വിദ്യാഭ്യാസവും അറിവുള്ള ആൾക്കാരെയാണ് നമ്മള് എന്താണ് പറയണത് എന്താണ് ജ്ഞാനി അല്ലെ അപ്പോ ഈ ആൾക്കാരൊക്കെ എന്തുണ്ടായിരുന്നു ദുക്കാൻദാർ ലിപിക് ഥേ മൂർക്ക് ഓർ ജ്ഞാനി ഥേ അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരും എന്താ ലിപിക് പറഞ്ഞപ്പോൾ നമ്മള് കൈ കൊണ്ടുള്ള ക്ലർക്കൽ വർക്ക് അതുപോലെ പല പണികൾക്കാണ് ആശാരി ലിപികൾ പറഞ്ഞ നമ്മൾ എഴുത്തുന്ന ആൾക്കാര് അങ്ങനെ മരപ്പണിക്കാര് തുണി കഴുകണ ആൾക്കാര് പിന്നെ കച്ചവടക്കാര് എന്തൊക്കെയാ നമ്മള് സമൂഹത്തിൽ കാണാ ആൾക്കാർ പണിയെടുക്കണത് ഇരുമ്പിന്റെ പണിയെടുക്കണവരുണ്ടാവും ആശാരി പണിയെടുക്കണവരുണ്ടാവും ഇതൊക്കെ നമ്മൾക്ക് എല്ലാ പണികളും ഇപ്പൊ നമുക്ക് അറിയോ നമ്മള് ഒരു വിദ്യ മാത്രമേ ചിലപ്പോ നമുക്ക് അറിയണ്ടാവുള്ളൂ എല്ലാതും നമുക്ക് പഠിക്കാം എല്ലാം കേട്ടറിവ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ ഷെഹൻഷാ അക്ബർ എന്താണ് കണ്ടപ്പോ ആകെ അത്ഭുതപ്പെട്ടു പോയി
എന്താണ് കണ്ടത്? ആരൊക്കെയാണ് ആ കൊട്ടാരത്തിൽ വന്നത്? കുട്ടികൾ, വയസ്സായ ആൾക്കാര്, ബുസുർഗ്. ബുസുർഗ് പറഞ്ഞ എന്താണ്? പ്രായമുള്ള ആൾക്കാര്. അങ്ങനെ ധോബിനെ പറഞ്ഞ എന്താണ്? അൽക്കുകാര്. ഗൃഹിണിയ പറഞ്ഞാല് ഹൗസ് വൈഫ് ഒക്കെ ഒന്നല്ലേ, എന്താണ്, വീട്ടമ്മമാര്. ആൾക്കാർ കൃഷിയിൽ പണിയെടുക്കുന്ന ആൾക്കാര്. പിന്നെ പിന്നെ ഇത് കച്ചറ ബിന്നുകൾ. കച്ചറ പറഞ്ഞ എന്താണ്? ഇങ്ങനെ പെറുക്കണ ആൾക്കാരുണ്ടാവില്ലേ, നമ്മള് വേസ്റ്റ് കുപ്പി ഇതൊക്കെ അങ്ങനത്തെ ഒക്കെ ഇത് ചപ്പും ചവറൊക്കെ പെറുക്കണ ആള്. അതുപോലെ ദുക്കാൻദാർ ഓർ ലിപിക. ഇപ്പൊ ദുക്കാൻദാർ, ഷോപ്പ് കീപ്പർ ഉണ്ടാവും. പിന്നെ എഴുത്ത്, ഇങ്ങനെ കണക്കൊക്കെ കൂട്ടി എഴുതണതിന് നമ്മള് ഒക്കെ എഴുതുന്ന അക്കൗണ്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യണ അങ്ങനത്തെ ആൾക്കാരെ നമ്മള് ലിപിക് എന്ന് പറയും, കണക്കൊക്കെ എഴുതും. അതുപോലെ സമൂഹത്തിൽ പിന്നെ വേറെ ഏതൊക്കെ നമ്മൾ ആൾക്കാർ കാണാം? എന്തൊക്കെ പണിയെടുക്കണ? ആശാരി പണിയെടുക്കുന്ന, സിമന്റ് കല്ല് വെട്ടുകാര്, അങ്ങനെ പിന്നെ ഇരുമ്പ് പണിയെടുക്കണോര്, ഇങ്ങനത്തെ പലതരം ജോലികൾ, ഇങ്ങനത്തെ ഒക്കെ ആൾക്കാർ, അതൊക്കെ ആ കൊട്ടാരത്തിലെ ആൾക്കാരൊക്കെ വന്നു. മൂർഖർ, ജ്ഞാനി, വിഡ്ഢികളും ബുദ്ധിമാനായ പണ്ഡിതന്മാരൊക്കെ വന്നിട്ടുണ്ട്, ജ്ഞാനികളൊക്കെ. और बिना जाने कितनी तरह के लोग थे. പിന്നെ എത്രയോ തരം ആൾക്കാരുണ്ട്. പച്ചക്കറി വിൽപ്പനക്കാര്, പിന്നെ ഇരുമ്പ്, അങ്ങനത്തെ എത്ര തൊഴിലുകൾ നമ്മുടെ സമൂഹത്തിലൊക്കെ ആ കൊട്ടാരത്തിലെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ രാജാവ് ഇത് കണ്ട ആകെ എന്താണ്, ഞെട്ടിപ്പോയി. ഇതെന്താ എല്ലാരെയും ഈ ബീർബൽ ഇവിടെ വിളിച്ചു വരുത്തി. ഈ സബ്ക ക്യാ മത്ലബ് ഹെ? ഇതിന്റെ അർത്ഥം എന്താണ്? അക്ബർ ചൂടായി ചോദിക്കുകയാണ്. ഷെഹൻഷാ ഗർജെ. ഗർജെ പറഞ്ഞ എന്തെങ്ങനെയാണ് നമ്മള് ഇടിമിന്നലാകുമ്പോ മുഴങ്ങില്ലേ, അതുപോലെ മുഴങ്ങി. ഷെഹൻഷാ ഗർജെ പറഞ്ഞ ചാട് ഞങ്ങളുടെ ദേശത്ത്. ഇതെന്താണ്? ഇതിന്റെ അർത്ഥം എന്താണ്? ബീർബലിനോട് ചാടുകയാണ്. മേനെ തുംസെ ऐसे लोगों को लाने के लिए कहा था. നിന്നോട് എന്ന് ഞാൻ പറഞ്ഞു പഠിപ്പിക്കാനോ, ചിലപ്പോ അയാൾ എന്തൊരു അധ്യാപകനെയാണ് ഉദ്ദേശിച്ചത്. ആര്? അക്ബർ. പക്ഷെ എന്താണ്, ഇത്രയും ആൾക്കാരെ പഠിപ്പിക്കാൻ വന്നാണ് അക്ബർ വിചാരിക്കണം. നിന്നോട് എന്തേ പറഞ്ഞു? മേനെ തുംസെ, ഞാൻ നിന്നോട് എന്ത് പറഞ്ഞു? ऐसे लोगों को लाने के लिए कहा था. അങ്ങനത്തെ ആൾക്കാരെ കൊണ്ടുവരാൻ. എന്താണ്? जो मुझे कुछ सिखा सके. ഇങ്ങനത്തെ ആൾക്കാരെ കൊണ്ടുവരാൻ പറഞ്ഞത്. എനിക്ക് കുറച്ച് എന്തെങ്കിലും പഠിപ്പിച്ചു തരണം, അങ്ങനത്തെ ആൾക്കാരെ ഞാൻ വിളിച്ചോണ്ട്. ഇതെന്താ, എല്ലാ തരം കൃഷിക്കാരനും, എഴുത്തുകാരും, എന്താണ്, കടക്കാരനും, കടയത്തെ ജോലി ചെയ്യണവരും, കിസാനും ഒക്കെ വന്നിട്ടുണ്ട്. ഈ സമൂഹത്തിലുള്ള എല്ലാവരും. ഇവര് ഇന്നെ എന്ത് പഠിപ്പിച്ചു തരും? എനിക്ക് എന്തെങ്കിലും അറിവ് നേടിത്തരാനുള്ള അങ്ങനത്തെ ഒരാളെയാണ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ എന്താ ചെയ്തിട്ടുണ്ട്? ഇവിടെ എല്ലാ തരം ആൾക്കാരെയും വിളിച്ചു വന്നു. അതിന് ദേഷ്യപ്പെട്ടു. और तुमने मेरा महल राज्य की आधी जनता से भर दिया. എന്താ പറയണ്? ഞാനൊരു ആളെ കൊണ്ടുവരാൻ, എനിക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നീ എന്താ എന്റെ കൊട്ടാരം മുഴുവൻ, പകുതി ജനത, പോപ്പുലേഷൻ, പകുതി ഈ രാജ്യത്തെ പകുതി പോപ്പുലേഷൻ, ജനത പറഞ്ഞ ജനസംഖ്യ, പകുതി, ആദി പറഞ്ഞ ഈ രാജ്യക്ക് ആദി ജനത, ഈ രാജ്യത്തിന്റെ പകുതി ജനത്തിനെ നീ എന്താ ഇവിടെ കൊടുന്ന് നിറച്ചണല്ലോ. അബ് ജവാബ്, നീ ഉത്തരം പറയും. ദേഷ്യം വന്നു ആർക്ക്? അക്ബറിന്. നീ എന്താ എന്റെ രാജ്യത്തെ പകുതി ആൾക്കാർ ഈ കൊട്ടാരത്തിന് നിറച്ചു, ഇതിന് ഈ ഉത്തരം തന്നേ പറ്റൂ. ജവാബ് ദോ. ദേഷ്യപ്പെട്ടു അക്ബർ. അക്ബർ ഉദ്ദേശം എന്താണ്? എനിക്ക് പഠിപ്പിച്ചരാന്ന് പറഞ്ഞാൽ എന്തൊക്കെ, അതിനൊരാളെ കണ്ടെത്താനാ പറഞ്ഞ, അതിനുള്ള അറേഞ്ച്മെന്റ്സും ഫെസിലിറ്റീസും ചെയ്തു കൊടുക്കാനാ പറഞ്ഞു. എന്താ ഒരു രാജ്യത്തെ പകുതി പോപ്പുലേഷനെ കൊട്ടാരത്തില് വരുത്തിയിരുന്നു. മാഫി ചേത്താ. മാഫി പറഞ്ഞ എന്നെ ക്ഷമിക്കൂ. एक्सक्यूज मी. जहापना, मैंने तो बस आपके आदेशों का पालन किया. ജഹാപന എന്താണ്? ഏമാനെ എന്നൊക്കെ നമ്മൾ പറയില്ലേ? രാജാവേ, ഞാൻ നിങ്ങളുടെ എന്താണ്? മേനെ തോ ബസ്, ഞാൻ നിങ്ങളുടെ ഓർഡർ, ആദേശം എന്തായിരുന്നു? ഓർഡർ മാത്രമേ ഞാന് പാലിച്ചിട്ടുള്ളൂ. വേറൊന്നും. ആദേശം കാ പാലൻ കിയാ. പാലൻ പറഞ്ഞാൽ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ മാത്രമേ എന്താണ് നിങ്ങൾ എന്തേ പറഞ്ഞ് അത് മാത്രം ഞാന് അനുസരിച്ചിട്ടുള്ളൂ. ജഹാപന, മേനെ തോ ബസ് ആപ്കെ ആദേശോ കാ പാലൻ കിയാ ഹെ. ഞാൻ നിങ്ങളുടെ അഡ്വൈസ്, എന്താ നിങ്ങൾ പറഞ്ഞത്, എനിക്ക് ഓർഡർ ഇട്ടു, ഇന്നെ പഠിപ്പിക്കാൻ ഒരാളെ
സംഘടിപ്പിച്ചു തരൂ. അവര് നിങ്ങൾ പറഞ്ഞത് അതിന്റെ ഞാന് പാലിച്ചിട്ടേ ഉള്ളൂ, പാലൻ കിയാ ഹൈ. ബീർബലിനെ ജവാബ് ദിയ. എന്താണ് ബീർബൽ ഉത്തരം പറഞ്ഞു. ഗുസ്താഖി മാഫ് ഹോ. ഗുസ്താഖി പറഞ്ഞ ഞാൻ ചെയ്ത ധിക്കാരമാണെങ്കിൽ എന്നെ ക്ഷമിക്കൂ. ഗുസ്താഖി ഞാൻ ചെയ്ത് തെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ മാഫ് ഹോ. മാഫ് പറഞ്ഞാൽ എന്നെ എക്സ്ക്യൂസ്, എന്നെ ക്ഷമിക്കൂ. എന്തെങ്കിലും ധിക്കാരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ക്ഷമിക്കൂ. पर क्या जापना रेत में घंटों खेलकर अपना मनोरंजन करना जानते हैं? അപ്പൊ എന്താ പറയണ? ജഹാപന എമാനെ രാജാവെയൊക്കെ പറയില്ല നമ്മൾ, അതാണ് ജഹാ പനഹാന്ന് പറയണത്. അപ്പൊ ജഹാപന എന്താ ചോദിക്കണത് ബീർബല്? റേത്ത് മീ ഘണ്ടോ, റേത്ത് പറഞ്ഞ മണല്, മരുഭൂമിയിലത്തെ മണൽ കണ്ടില്ല, അതാണ് റേത്ത്. മീ ഘണ്ടോ മണിക്കൂറോളം, ഖേൽക്കർ കളിക്കുക, അപ്പന മനോരഞ്ജൻ കർണ ജാനത്തെ ഹെ. മണിക്കൂറോളം മണലിൽ കളിക്കണത് നമ്മള് എന്റർടൈൻമെന്റ്. മനോരഞ്ജൻ പറഞ്ഞ നമ്മളതിൽ കളിച്ച് ഇപ്പൊ കടൽ തീരത്തൊക്കെ നമ്മൾ പോയ മണലിൽ കളിച്ച് നല്ല രസമല്ലേ നമുക്ക് കളിക്കാന്. അതുപോലെ മണലിൽ കളിക്കുക, അത് കളിക്കാൻ നിങ്ങൾക്ക് അറിയോ? മനോരഞ്ജൻ, നമ്മൾ അതിൽ രസിച്ച് മുഴുകി നമ്മള് മണലോണ്ട് വീടുകളും ഇതൊക്കെ ഉണ്ടാക്കി. നിങ്ങളൊക്കെ ചിലപ്പോ കടൽ തീരത്ത് പോകുമ്പോ ബീച്ചിലൊക്കെ പോകുമ്പോ പണിയാണ് അതൊക്കെ അല്ലെ. കുട്ടികള് മണലോണ്ട് ഇങ്ങനെ വീടും ഇതൊക്കെ എന്തൊക്കെ ഉണ്ടാക്കി വെക്കും. അപ്പൊ അതിൽ കളിക്കാന് നിങ്ങൾക്ക് അറിയോന്ന് രാജാവിനോട് ബീർബൽ ചോദിക്കാണ്. ജഹാപന റേത്ത് മേ ഘണ്ടോം ഖേൽക്കർ അപ്നാ മനോരഞ്ജൻ കർണ ജാനത്തെ ഹെ. മണിക്കൂറോളം ആ മണലിൽ കളിച്ചിട്ട് നമുക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റുമോ, അത് നിങ്ങൾക്ക് അറിയോന്ന്. അപ്പൊ അത് അറിയോ ചോദിക്കാണ് ആര്? ബീർബൽ. ബീർബൽ എന്ത് ഉത്തരം പറയണു? നെഹി പർ ഉസ്സേ ക്യാ. എനിക്ക് അതൊന്നും അറിയില്ല. മണലിൽ കളിച്ചിട്ട് നമുക്ക് അതിൽ സന്തോഷം, നമ്മൾ നല്ല രസിച്ചിട്ടാണ് നമ്മള് എല്ലാരും അതിൽ മണലിൽ കളിക്കല് അല്ലേ. അപ്പോ നെഹി എന്ന് പറയണു, ഇല്ല. ഷെഹൻഷാ ബോഖ്ലാ ഗയി. കേട്ടപ്പോ ഇപ്പൊ ഞാൻ ഇവനോട് പഠിപ്പിക്കാന് എനിക്ക് അറിയാത്ത പഠിപ്പിച്ചപ്പോ ഇതില് മണലും കളിയും തമ്മിൽ എന്താണ് ഒരു ബന്ധവും ഇല്ല. അതിൽ ബോഖ്ലാകെ ദേഷ്യത്തോടെ ചാടി. എന്താണ് ബോഖ്ല പറഞ്ഞ? ദേഷ്യത്തോടെ ചാട്. അപ്പൊ ഈ ഇത് മനസ്സിലായില്ലേ എന്താണ് ഈ മണലില് കളിയും അതിൽ സന്തോഷം കണ്ടെത്തലും എന്താണ്? ആർക്ക് മനസ്സിലായില്ല? അക്ബർ ചക്രവർത്തിക്ക് മനസ്സിലായില്ല. അതിന് ദേഷ്യപ്പെടും, ചാട് ബോഖ്ലാകെ. അപ്പോ ദേഷ്യം വന്നിട്ട് ഒരു ചാടും. അപ്പൊ രാജാവിന് മനസ്സിലായി ഇതും അതുമായിട്ട് എന്താ ബന്ധം. അക്ബർ രാജാവ് എന്താണ് ഉദ്ദേശിച്ചത്? നമ്മള് പുസ്തകത്തിലെ പഠനം അതൊക്കെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇവിടെ ബീർബൽ പറയണതും ഇതുമായിട്ട് ഒരു പരസ്പര ബന്ധവും ഇല്ല. രാജാവിന്റെ കേട്ട ഉടനെ അങ്ങോട്ട് ചാടി ബോഖ്ലാകെ. क्या आप किसी गरीब आदमी की आमदनी में घर चला सकते हैं? അടുത്ത ചോദ്യം. ആദ്യത്തെ ചോദ്യം എന്താണ്? അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാട്ടോ. ആദ്യത്തെ ബീർബൽ ചോദിച്ച ചോദ്യം എന്താണ്? ആദ്യം റേത്ത് മേ ഘണ്ടോ ഖേൽക്കർ അപ്നാ മനോരഞ്ജൻ കർണ ജാനത്തെ ഹെ. മണിക്കൂറോളം സന്തോഷിച്ച് അതില് എന്താണ് സന്തോഷം കണ്ടെത്താൻ പറ്റുമോ നിങ്ങൾക്ക് ഏതില്? മണലില് കളിച്ചിട്ട്. അടുത്തത് ഒരു പാവപ്പെട്ട ഗരീബ് ആദ്മി പറഞ്ഞ എന്താണ്? പാവപ്പെട്ട മനുഷ്യന്റെ ഒരു വ്യക്തിയുടെ വരുമാനം. ആംദനി പറഞ്ഞ വരുമാനത്തില് നിങ്ങൾ നിങ്ങളുടെ വീട് ഓടിക്കാൻ പറ്റുമോന്നാ ചോദിക്കുക. ഓടിക്കാൻ പറഞ്ഞാൽ നമ്മള് ചെലവുകളൊക്കെ നടത്താൻ പറ്റുമോന്ന്. അപ്പൊ പാവപ്പെട്ട ഗരീബ് ആദ്മിന്റെ ഒരു വരുമാനം വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചെലവുകൾ, ആ വീട്ടിലത്തെ ചെലവുകളൊക്കെ നടത്താൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഒരു രാജാവാണ്. രാജാവിനോട് സങ്കല്പിക്കാൻ പറയാണ് നിങ്ങൾക്ക് ഇങ്ങനെ അറിയോന്ന്. या क्या आप जानते हैं कि कपड़ों से दाग कैसे हटाया जाता है? പിന്നെ അടുത്ത ചോദ്യം, നിങ്ങൾക്ക് അറിയോ? ഇപ്പൊ തുണിയില് നിങ്ങളുടെ കളിച്ചു വരുമ്പോഴൊക്കെ ചളിയും കറയൊക്കെ ആയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ വീട്ടില് അമ്മമാരൊക്കെ കല്ലുമ്മ വരച്ചിട്ടോ അതിൽ വല്ല സ്റ്റെയിൻ റിമൂവറൊക്കെ വെച്ചിട്ട് തിരുമ്പിയിടും. അപ്പൊ അത് ആ അറിവ് എങ്ങനെയാണ് ദാഗ് പറഞ്ഞ കറയോ പാടൊക്കെ വലിയ തുണിയുള്ള അതെങ്ങനെ മാറ്റാനില്ല. ഹട്ടായ ജാത്തായ, എങ്ങനെ അത് മാറ്റാൻ പറ്റും? അത് രാജാവിന് അറിയോ ചോദിക്കാണ് ബീർബൽ. അപ്പൊ നമുക്കൊക്കെ അമ്മമാർക്കോ വേറെ ടിപ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. അത് തേച്ചത് പോവും, അങ്ങനെ തേച്ച പിന്നെ ഒരു സ്റ്റെയിൻ റിമൂവർ ഉണ്ട്,
അല്ലെങ്കിൽ കറ പോവാന് ഇതൊക്കെ ഇങ്ങനത്തെയൊക്കെ ചെയ്താൽ നമുക്ക് അറിയാം കുറെ കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ ആരെയും പറഞ്ഞു തന്നിട്ടോ ഇങ്ങനെയൊന്നും അല്ല. ഇപ്പൊ നമുക്ക് എല്ലാ യൂട്യൂബും ഫോണിലും അടിച്ച എല്ലാം കിട്ടും അല്ലെ. പണ്ട് അങ്ങനെയൊന്നുമല്ല. പുരാതനമായ പഴയ ആൾക്കാർ ചെയ്തു വരുന്ന ചെറിയ ചെറിയ ടിപ്സ് ഉണ്ടാവും. മുത്തശ്ശിമാരും ഗ്രാൻഡ് മദേഴ്സും ഗ്രാൻഡ് ഫാദേഴ്സും ഒക്കെ പറഞ്ഞു തരുന്ന ടിപ്സ് നമ്മൾ ഇന്നും ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനത്തെ ടിപ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. രാജാവിനോട് ചോദിക്കുകയാണ് ഇതറിയോന്ന്. അപ്പോ കറ മാറ്റാനുള്ള വിദ്യ അറിയോന്ന്. കത്തേനി ഇല്ല, തീർച്ചയായും ഒന്നും അറിയില്ല എനിക്ക്. അപ്പൊ ചാടുകയാണ്. കത്തേനി പറഞ്ഞാൽ അത്രയും ഇതില് പറയാണ് ഇല്ല എനിക്ക് അറിയില്ല. ഷെഹൻഷാ അക്ബറിനെ ജവാബ് ദിയ. അപ്പൊ ഇങ്ങനത്തെ 3-4 ചോദ്യം ചോദിച്ചപ്പോ രാജാവിന് ഇതൊന്നും അറിയില്ല. ജവാബ് ഉത്തരം പറഞ്ഞില്ല. കത്തേനി എനിക്ക് അറിയില്ല. അങ്ങനെയാണ് പറയണത്. ക്യാ ജാപ്പന യഹ് ജാനത്തെ ഹെ കി ബുവായി കബ് കർണി ഹെ. അടുത്ത ചോദ്യം എന്താണ്? രാജാവേ നിങ്ങൾക്ക് അറിയോ ബുവായി? ബുവായി പറഞ്ഞാൽ വിതയ്ക്കണത് എപ്പോഴാണ്? കൃഷിയിൽ വിതയ്ക്കണ സമയം എപ്പോഴാണ്? ബുവായി പറഞ്ഞാൽ നടുക. വിതയ്ക്കുക. ബുവായി അപ്പൊ നമ്മൾ ഇതൊക്കെ നെല്ലൊക്കെ നട്ട് ഇതാക്കിയിട്ട് ഞാറ് നടില്ലേ, അതിനാണ് ആ ബുവായി. അതാണ് പറയണത്. അത് നിങ്ങൾക്ക് അറിയോന്ന്? ബുവായി വിത്ത് എപ്പോഴാ വിതയ്ക്കേണ്ടതൊക്കെ അറിയോ? ഓർ ഫസൽ കോ അപ്നി കബ് പാനി കബ് ദേന. പിന്നെ നമ്മൾ ബുവായി പറഞ്ഞാൽ വിതച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് ഫസൽ വിളവ് ഉണ്ടാവില്ലേ, കൃഷി. എന്ത് കൃഷിയാണ്? ഇപ്പൊ നെല്ല് കൃഷിയാണെന്ന് വെച്ചാൽ അതിന് എപ്പോഴാണ് നനയ്ക്കേണ്ടത്, ഹാർവെസ്റ്റ് ചെയ്യേണ്ടത്, അതൊക്കെ അറിയോ നിങ്ങൾക്ക്? അതിന് വെള്ളം എപ്പോഴാ കൊടുക്കേണ്ടത്? പാനി കബ്. നമ്മൾ വിത്ത് വിതച്ചാൽ എന്താണ്, നനയ്ക്കും വേണ്ടേ? അപ്പൊ ആ പാനി എപ്പോഴാ കൊടുക്കേണ്ടത് വിതച്ചാൽ? യാ കച്ചറേ മേ സെ ഉപയോഗി ചീജോ കോ കൈസെ ഛാंटना है. എങ്ങനെയാണ് കച്ചറ വേസ്റ്റ് ഓരോ വേസ്റ്റ് അതിന് നല്ല സാധനം ഉപയോഗി പറഞ്ഞ ഉപയോഗപ്പെടുന്ന വസ്തുക്കൾ ഏതാണ് അത് നിങ്ങൾക്ക് ഛാंटना പറഞ്ഞ സെലക്ട് ചെയ്യാൻ അറിയോ? അപ്പൊ നമുക്ക് കുറെ വേസ്റ്റ്, ഇപ്പൊ നമ്മളെ വീട്ടില് കുറെ വേസ്റ്റ് വേണ്ടാത്തതും ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൽ ഉപയോഗപ്പെട്ട ചിലപ്പോൾ കുപ്പികളും അതിലെ പാത്രങ്ങളും ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് നമ്മൾ വേറെ അത് മാറ്റി വെക്കും, സെലക്ട് ചെയ്ത് വെക്കും. കളയാനുള്ളതിൽ നിന്ന് ചില വേണ്ടതും വേണ്ടാത്തതൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്ന് നമ്മൾ എടുത്തേക്കും. അത് നിങ്ങൾക്ക് ഛांटना സെലക്ട് ചെയ്യാൻ അറിയോന്ന്? യാ കഹാ ഹരേ ഭരേ ചാരാഗ ഹേ. അപ്പൊ എവിടെയാണ് നല്ല പച്ചപ്പുള്ള ചാരാഗ്, എന്താണ് ഭൂമി മേയണ സ്ഥലങ്ങളും പശുക്കളൊക്കെ മേയ പുല്ലുമേടുകളൊക്കെ ഉണ്ടാവില്ലേ, അതാണ് ചാരാഗ്രഹ. എവിടെയാണ് പച്ചപ്പ്? ഹരേ ഭരേ പറഞ്ഞ പച്ചപ്പ് നിറഞ്ഞ പുല്ലുകൾ പശുക്കൾക്കും മൃഗങ്ങൾക്കൊക്കെ തിന്നാൻ പറ്റുന്ന ആ എന്താണ് മേയണ സ്ഥലം എവിടെയാണ് നിങ്ങൾക്ക് അറിയോ? ഇപ്പൊ രാജാവിന് കൊട്ടാരത്തിൽ ഇങ്ങനെ നോക്കിയാൽ മതി, ഭക്ഷണ സമയത്തിന് എല്ലാതും കിട്ടും കൊണ്ട് പറഞ്ഞാൽ. യാ ഹമാരി ഫസലോं की बढ़िया दाम कहाँ मिलेंगे. നമ്മള് കൃഷിയൊക്കെ ചെയ്യുന്ന അന്നം കഴിക്കുന്നില്ലേ, അതിനൊക്കെ നല്ല ബടിയ നല്ലൊരു എന്താണ് ദാം വില എവിടെ കിട്ടുക? നമ്മൾ ഇതൊക്കെ നെല്ലൊക്കെ വിരിച്ച് ധാന്യം കൊയ്തെടുത്ത് ചാക്കിലൊക്കെ ആക്കിയിട്ട് നമ്മൾ വിൽക്കാൻ കൊണ്ട് അതിന് നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോ എവിടെ നിന്നാണ് നല്ല വില കിട്ടുക? എവിടെ നിന്നാണ് നല്ല വില കിട്ടുന്നത്? അത് നിങ്ങൾക്ക് അറിയോന്ന് ചോദിക്കുകയാണ്. या किसी शब्द को इतनी खूबसूरती से कैसे लिखिए कि वह चित्र जैसा लगे. ഒരു വാക്കിനെ, ഒരു ശബ്ദത്തിന്, ഒരു അക്ഷരത്തിനെ നമ്മള് നല്ല വൃത്തിയിൽ എഴുതാൻ അറിയോ? അത് കണ്ടാൽ നമുക്ക് എന്ത് തോന്നണം? ചിത്രമായി തോന്നണം. കൈയക്ഷരം, നിങ്ങളുടെയൊക്കെ കൈയക്ഷരം നല്ല നല്ല വൃത്തിയിൽ ആണോ? അപ്പൊ വൃത്തിയിൽ എഴുതി പഠിക്കണം. ഇപ്പൊ കൈയക്ഷരം കണ്ടാൽ എന്ത് തോന്നണം? ചിത്രം പോലെ തോന്നണം. അപ്പൊ നിങ്ങൾക്ക് അതുപോലെ വൃത്തിയിൽ എഴുതാൻ അറിയുമെന്നാണ് അക്ബറിനോട് ബീർബൽ ചോദിക്കുന്നത്. ഇത്തിനി ഖൂബ്സൂരത്തി से कैसे लिखे कि वह चित्र कैसे लगे. എന്താണ് ചിത്ര ജൈസാ ലഗെ? എന്താണ് ആ കൈയക്ഷരം കണ്ടാൽ തോന്നണം അത് ചിത്രമാണ്, അത്രയും മനോഹരമായിരിക്കണം കൈയക്ഷരം. അപ്പൊ നിങ്ങളുടെയൊക്കെ കൈയക്ഷരം നല്ല ഭംഗിയുള്ളതാണെന്ന് വിചാരിക്കുന്നു. നല്ലതല്ലെങ്കിൽ ഇനി മെച്ചപ്പെടുത്താൻ നോക്കുക. അപ്പൊ നെഹി നെഹി ഹസാർ ബാർ നെഹി. ഇതൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? രാജാവിന് ഈ ചോദ്യങ്ങളുടെ ഒക്കെ ഉത്തരം എന്താണ് കിട്ടിയത്? നോ. ഈ ബീർബൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങളിലും ഉത്തരം എന്താണ്? ഇല്ല, അതൊന്നും എനിക്ക് അറിയില്ല. നിഹി 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 ഹസാർ ബാർ. ഹസാർ പറഞ്ഞ 1000. 1000 പറഞ്ഞ പ്രാവശ്യം ഞാൻ പറയുന്നു നോ, എനിക്കിതൊന്നും അറിയില്ല. എന്തൊക്കെയാണ്?
മണിക്കൂറോളം മണലിൽ കളിക്കാനോ പിന്നെ എങ്ങനെയാണ് തുച്ഛമായ ശമ്പളത്തിൽ ഒരു വീട് നടത്തി കൊണ്ടുപോകേണ്ടതോ, പിന്നെ തുണിയുടെ കറ എങ്ങനെ മാറ്റണതോ, പിന്നെ എപ്പോഴാണ് വിതയ്ക്കേണ്ടത്, എപ്പോഴാണ് വിതച്ചതിന് വെള്ളം കൊടുക്കേണ്ടത്, പിന്നെ കച്ചറയിൽ നിന്ന് ഉപയോഗ വസ്തുക്കൾ എങ്ങനെയാണ് അതും അറിയില്ല. പിന്നെ എവിടെയാണ് പച്ചപ്പ് നിറഞ്ഞ് വീണ സ്ഥലങ്ങൾ ഉള്ളത്, പിന്നെ എപ്പോഴാണ് നമ്മൾ വിതച്ച ധാന്യങ്ങൾക്ക് നല്ല വില എവിടെ കിട്ടും, പിന്നെ ഈ നിങ്ങളുടെ കൈയക്ഷരം കണ്ടാല് അത്രയും മനോഹരമായിരിക്കണം, ചിത്രം പോലെ തോന്നി. ഇതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ രാജാവിന് ദേഷ്യം. ഇതൊന്നും എനിക്കറിയാം, 1000 തവണ പറഞ്ഞു ഞാൻ എനിക്ക് ഇതൊന്നും അറിയില്ല എന്ന്. രാജാവിന് ഭയങ്കര ദേഷ്യം. ഒരു മനുഷ്യനെ നമുക്ക് ഇതൊന്നും അറിയില്ല പറഞ്ഞ ഉള്ളിൽ തന്നെ ഒരു ഇത് തോന്നും. രാജാവ് വിചാരിച്ചു ഞാനെല്ലാം ബുദ്ധിശാലിയായിട്ട് നടക്കുകയാണ്, എനിക്ക് എല്ലാം. പക്ഷെ നെഹി നെഹി 1000 ബാർ നെഹി, അക്ബർ ഗുസ്സേ സെ ലാൽ പീലെ ഹോക്കർ ചില്ലായ. 1000 പ്രാവശ്യം ഞാൻ പറയണം എനിക്കിതൊന്നും അറിയില്ല. അക്ബർ ഗുസ്സേ സെ ലാൽ പീലെ ഹോക്കർ ചില്ലായ. അക്ബർ എന്താണ് ദേഷ്യത്തോടെ, ഗുസ്സ പറഞ്ഞ ദേഷ്യത്തിൽ, ലാൽ പീലെ ചുവപ്പ് നിറം, ലാൽ പീലി അങ്ങനെ പറയില്ല നമ്മള്. ദേഷ്യം വരുമ്പോ നമ്മളെ മുഖമൊക്കെ തുടുത്ത് ചുവപ്പാവും. അതിനെ ലാൽ പറഞ്ഞ ചുവപ്പ്, പീലി പറഞ്ഞ മഞ്ഞ. അങ്ങനെ ദേഷ്യത്തിൽ കോപിച്ച് എന്താണ് രാജാവ് എന്ത് പറഞ്ഞു? ഹോക്കർ ചില്ലായി, ദേഷ്യത്തോടെ ഒച്ചത്തോടെ പറഞ്ഞു, നിഹി നിഹി നിഹി, ഞാൻ 1000 തവണ പറഞ്ഞു എനിക്കിതൊന്നും അറിയില്ല. ജഹാപന ബീർബലിനെ ശാന്തി സെ കഹ. അപ്പോൾ യമാനെ രാജാവേ എന്താണ് ശാന്തമായിട്ട് ബീർബൽ പറഞ്ഞു, ഇസ് ദർബാർ മേ മൗജൂദ് ഹർ ശഖ്സ് ആപ്കോ കുച്ച് നാ കുച്ച് സിഖാ സക്താ. ഈ കൊട്ടാരത്തിൽ നിൽക്കണ ഓരോ, മൗജൂദ് തന്നെ പ്രസന്റ് ആയി, ഇപ്പൊ പ്രസന്റ് ആയി നിൽക്കണ ഓരോ ശഖ്സ്, ഹർ ശഖ്സ് പറഞ്ഞ ഷഖ്സിന്റെ അർത്ഥം എന്താണ്? വ്യക്തി. ഓരോ വ്യക്തി നിങ്ങൾക്ക് എന്ത് പഠിപ്പിച്ചു തരും? കുച്ച് നാ കുച്ച് സിഖാ സക്താ ഹൈ. ഈ നിൽക്കണ ആൾക്കാരിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റും. ഓരോ വ്യക്തിന്നും ഇവിടെ പ്രസന്റ് ആയി നിൽക്കണ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കണ ഓരോ വ്യക്തി നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരും. ഹരേക് ഏസാ കുച്ച് ജാനതാ ഹൈ. ഓരോ വ്യക്തികൾക്ക് എന്തെങ്കിലും അറിയും. ജോ ദൂസറോ കോ നഹീ പതാ ഹൈ. മറ്റുള്ളവർക്ക് അറിയാം. പ്രത്യേക് കെ പാസ് കുച്ച് ഹുനർ ഹൈ. ഓരോ വ്യക്തിയുടെ അടുത്തും എന്തോ ഒരു കഴിവുണ്ട്. ഹുനർ പറഞ്ഞാല് പ്രത്യേകമായ ഒരു കഴിവിനാണ് പറയാം. ടാലന്റ്. ഹുനർ പറഞ്ഞ നമ്മൾ ടാലന്റ് എന്ന് പറയാം കേട്ടോ. ഹുനർ ഹെ, കുച്ച് ജ്ഞാൻ ഹെ. ചിലർക്ക് ടാലന്റ് ഉണ്ടാവും, ചിലർക്ക് ജ്ഞാനം ഉണ്ടാവും. ദിൽ യാ ദിമാഗ് സെ കോയി ഖാസിയത്ത് ഹെ. ഹൃദയവും തലച്ചോറും, ദിൽ പറഞ്ഞ ഹൃദയം, ദിൽ യാ ദിമാഗ് കി കോയി ഖാസിയത്ത് ഹെ. അതിന്റെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ഖാസിയത്ത് പറഞ്ഞ എന്തോ പ്രത്യേകത ഉണ്ട്. അപ്പൊ ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ടാലൻസ് ഉണ്ട്, ജ്ഞാനമുണ്ട്. അവര് ഹൃദയവും ബ്രെയിനും എന്തോ എന്താണ് പ്രത്യേകത ഉണ്ട്. तो सभी शिक्षक भी और വിദ്യാർത്ഥി भी. അപ്പൊ എല്ലാരും എന്താണ്? ശിക്ഷക് പറഞ്ഞ ടീച്ചറുമാണ്, എല്ലാവരും വിദ്യാർത്ഥികളുമാണ്. അപ്പൊ നമ്മള് എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക്, ഇപ്പൊ നിങ്ങൾ അത് ടീച്ചർ സ്കൂളിൽ നിന്ന് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ പാരന്റ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ താഴെയുള്ള കുട്ടികൾ, ബ്രദേഴ്സ് സിസ്റ്റേഴ്സിന്, അനിയനോ അനിയത്തിമാർക്കൊക്കെ നിങ്ങളും പറഞ്ഞു. അപ്പൊ നിങ്ങൾ ടീച്ചറുമാണ്, അവരൊരു വിദ്യാർത്ഥിയാണ്. അപ്പൊ ഒരു പ്രായം തോന്നുന്നില്ല, എല്ലാവർക്കും വിദ്യ ഏത് സമയത്തും എന്താണ് ശേഖരിച്ച് വെക്കുക, അവർക്ക് പഠിക്കാം, അറിവ് നേടാം, അല്ലെ? അപ്പൊ ഇവിടെ രാജാവ് പല ആൾക്കാരും കണ്ടപ്പോ ദേഷ്യപ്പെട്ടു. പക്ഷെ രാജാവിനപ്പം മനസ്സിലായി എന്താണ്, നമുക്ക് പല കാര്യങ്ങളും അറിയില്ല, ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് പഠിച്ചു വരുന്നതാണ്, അല്ലെ? അപ്പൊ നിങ്ങളും ഒരു ടീച്ചറാണ്, നിങ്ങളൊരു വിദ്യാർത്ഥിയുമാണെന്നാണ് പറയുന്നത്. तो सभी ഈ ലോകത്തെ എല്ലാവരും എന്താണ്? ശിക്ഷക് ഭി ഹെ और വിദ്യാർത്ഥി, ടീച്ചറുമാണ് വിദ്യാർത്ഥിയുമാണ്. ഷെഹൻഷാ സമജ് ഗയേ. ഇതൊക്കെ ചോദിച്ചപ്പോ രാജാവിന് ഒന്നും അറിയില്ല, മനസ്സിലായി. കുറെ ചോദ്യങ്ങൾ ബീർബൽ ചോദിച്ചില്ലേ? അപ്പൊ രാജാവിന് ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് അതൊക്കെ ബീർബൽ ചോദിച്ചു. ബീർബൽ ഒരു ബുദ്ധിശാലിയാണ്. അങ്ങനെ ഷെഹൻഷാ സമജ് ഗയേ कि बीरबल के कहने का क्या मतलब है.
ബീർബൽ പറഞ്ഞതിന്റെ എന്താണ് അർത്ഥം എന്ന് മനസ്സിലായി. വേ ഹസ് ദിയെ, അവര് ചിരിച്ചു. തബ് തോ തും ഭി ഏക് വിദ്യാർത്ഥി ഹോ ബീർബൽ, അപ്പൊ നീയും ഇപ്പൊ ഒരു വിദ്യാർത്ഥിനിയാണ്. ഇപ്പൊ നമുക്ക് പല കാര്യങ്ങളും അറിയില്ല അല്ലെ. ഇപ്പൊ ഇതിൽ ചോദിച്ച കാര്യങ്ങൾ ചിലപ്പോ നമുക്ക് ഒന്നും അറിയണ്ടല്ലോ. എപ്പോഴാണ് ഒരു കൃഷി സ്ഥലത്ത് വെള്ളം കൊടുക്കേണ്ടത്, എപ്പോഴത് നടേണ്ടത്, ഓരോ മാസങ്ങളും സമയമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളും ഇത് പല കാര്യങ്ങളും അറിയില്ല. നമ്മളും ഇത് അറിഞ്ഞിട്ട് ചോദിച്ചിട്ടൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണത്. അപ്പൊ നിങ്ങളും ഒരു വിദ്യാർത്ഥിയാണെന്ന് ബീർബലിനോട് പറയണം. मैं तो सोचता था कि तुम्हें कोई कुछ नहीं सिखा सकता. അപ്പൊ അക്ബർ എന്താ വിചാരിച്ച്? ബീർബൽ അത്രയും ബുദ്ധിമാനായ ഒരു മന്ത്രിയാണ്, അത്രയും ബുദ്ധിശാലിയായ ഒരു വ്യക്തിയാണ്. അപ്പോ ബീർബലിന് എല്ലാം അറിയുന്നാണ് അക്ബർ വിചാരിച്ച്. ഇപ്പോ അക്ബർ പറയാണ്, തുമേ കോയി കുച്ച് नहीं सिखा सकता. അക്ബർ വിചാരിച്ചു കഴിഞ്ഞു ബീർബലിനെ ഒന്നും അറിയില്ല എന്നാണ് ബീർബലിന് എല്ലാ ജ്ഞാനവും ഉണ്ടെന്നാ വിചാരിച്ചത്. അതാണ് മേ തോ സോച്താ ഥാ, ഞാൻ വിചാരിച്ചിരുന്നു കി തുമേ കോയി കുച്ച്, നിന്നെ ആരും ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. കോയി കുച്ച്, ആരും ഒന്നും സിഖാ സക്ത, പഠിപ്പിക്കാൻ പറ്റില്ല എന്ന്. ബാത് ഇസ്സെ ഉലട്ട്, എന്താണ് ഉലട്ട് പറഞ്ഞത്? ഇതിന്റെ തിരിച്ച് ഹേ, ഉലട്ട് അതിന്റെ മറച്ചായിരുന്നു. എന്ത്? ജാ പന മേ തോ ഹമേഷ ഹി സീഖ്താ. പക്ഷെ നിങ്ങൾ വിചാരിച്ചത് നേരെ തിരിച്ചാണ്. ഞാൻ എന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സീഖ്താ, നമ്മൾ കാണുന്ന സമൂഹത്തിൽ ഓരോ പ്രശ്നങ്ങളും ഇതൊക്കെ നമ്മൾ സമൂഹത്തിൽ നിന്ന് പഠിച്ചു വരികയാണ്. ആൾക്കാരോടൊന്ന് സംസാരിക്കുമ്പോഴും ഇപ്പൊ നിങ്ങളായാലും നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങളുടെ സമൂഹത്തിലുള്ള ആൾക്കാരും നിങ്ങൾ പലതും പഠിക്കുന്നുണ്ട്. അത് നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ പഠിച്ചു വരികയാണ്. നമ്മളിത് വേണം പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് പഠിക്കണതല്ല. ആ അറിവുകളൊക്കെ നമ്മളുടെ ഒപ്പം ചേർന്ന് വരികയാണ്. ജാ പന മേ തോ ഹമേഷ ഹി സീഖ്താ ഹൂം, ബീർബൽ ने ഉത്തർ ദിയ. എന്താണ്? ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ബീർബൽ ഉത്തരം പറഞ്ഞു. ബീർബൽ ഭീഡ് കി ഓർ പടേ, ഭീഡ് കി ഓർ ബഡേ പറഞ്ഞ ബീർബല് തിരക്ക് കുറെ ആൾക്കാരില്ലേ, എന്തൊക്കെയായിരുന്നു? ഇരുമ്പ് പണിക്കാര്, മരപ്പണിക്കാര്, കൃഷിക്കാര്, തുണി ആൾക്കാര്, പിന്നെ എന്തൊക്കെയായിരുന്നു? പലതരം കച്ചറ, എല്ലാ തരം ആ സമൂഹത്തിൽ നമ്മളുടെ സമൂഹത്തിൽ എന്തൊക്കെയാ ആൾക്കാരെ കാണാൻ? ഒക്കെ മൺപണി എടുക്കണവര്, സിമെന്റ് പണി എടുക്കുക, ഒക്കെ നമ്മൾക്ക് സമൂഹത്തിൽ ഇതൊക്കെ ഇവരൊക്കെ ആവശ്യമുണ്ട്. ഒരു വീട് പണി ചെയ്യാനും അല്ലെ കൃഷി ചെയ്യാനും ആരൊക്കെ ആൾക്കാരൊക്കെ ആവശ്യമുണ്ട്. ഈ ആൾക്കാരെ കൂട്ടത്തിൽ വീട് പറഞ്ഞ ആ തിരക്കിന്റെ ഇടയിലേക്ക് ബീർബൽ ചെന്നു. एक बूढ़ी महिला का हाथ थामकर, ഒരു വയസ്സാ കൂട്ടത്തില് ഒരു വയസ്സായ ബൂഢി മഹിള, ബൂഢി പറഞ്ഞ വയസ്സായ ഒരു സ്ത്രീ, മഹിള പറഞ്ഞ സ്ത്രീ. അപ്പൊ ബൂഢി മഹിള പറയണതില് ഏതാണ് വിശേഷണം? വിശേഷണം ഏതാണ്? ബൂഢി മഹിള പറഞ്ഞതില് ഏതാ വിശേഷൻ? ബൂഢി. എങ്ങനത്തെ സ്ത്രീ? ഒരു നാമത്തിനെ വിശേഷിപ്പിക്കണേനാണ് നമ്മൾ എന്ത് പറയണു? ബൂഢി മഹിള. അപ്പൊ ഇത് ശ്രദ്ധിക്കണം, അങ്ങനത്തെ വരും. ബൂഢി മഹിള പറയണത് ബൂഢിയാണ് വിശേഷൻ, സ്ത്രീനെ വിശേഷിപ്പിക്കണം. ഹാത്ത് ഥാംകർ, അതിന്റെ ഹാത്ത് ഇങ്ങനെ പിടിച്ചു. കൈ ബീർബല് ആ സ്ത്രീയുടെ കൈ എടുത്തിട്ട് ഇങ്ങനെ ഥാംകർ പറഞ്ഞ ഇങ്ങനെ ഉറപ്പിച്ച്, ഇങ്ങനെ നമ്മൾ രണ്ട് കൈയും കൂടി ഇങ്ങനെ കൂട്ടി പിടിക്കൂലേ, ഒന്നിന്റെ മുകളിൽ നിന്ന് അങ്ങനെ പിടിച്ചു. ഥാംകർ ഉനെ ഷെഹൻഷാ കെ സാമനെ, പിടിച്ചിട്ട് അവരെ കൊണ്ടുപോയി ആരുടെ മുമ്പിലേക്ക്? അക്ബർ ചക്രവർത്തിന്റെ മുമ്പിലേക്ക്. ട്ടാ ജാ പഹന ഉൻഹോനെ കഹാ, എന്താ പറഞ്ഞത്? യേ മേരെ പെഹലെ ഓർ ശ്രേഷ്ഠ ഗുരുओं में से एक में से है. ഇതാരാണ്? ഇത് ഈ ബൂഢി മഹിള ഇന്റെ ആദ്യത്തെയും പിന്നെ സർവശ്രേഷ്ഠമായ ഒരു ഗുരുവാണ്. എല്ലാത്തിനും വലിയ ഒരു ശ്രേഷ്ഠമായ ആദ്യത്തെ ഇന്റെ ഗുരുവാണ്. അപ്പൊ ഇത് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യണം. ആരാണ്? മേ ये मेरे पहले और श्रेष्ठ गुरुओं में से है. അപ്പോ പിന്നെ ഇതുപോലെ എന്തൊക്കെയാണ് ആ ചോദ്യങ്ങളും അതും കൂടി ഒന്ന് ആലോചിച്ച് വെക്കണേ.
ഇതൊക്കെ ചോദ്യങ്ങൾ. അപ്പൊ ഇത് എന്താ പറഞ്ഞ, യേ മേരെ പെഹലെ और श्रेष्ठ गुरुओं में से है. നിന്റെ ആദ്യത്തെയും നിന്റെ ശ്രേഷ്ഠമായ ഗുരുവാണ് ഈ ബൂഢി മഹിള. അപ്പോ അതില് പിന്നെ ഇത് ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. ഏതൊക്കെയാണ് കഴിഞ്ഞ പേജിലുണ്ട്. എന്താ പറയണത്, क्या किसी गरीब आदमी के गरीब आदमी की आमदनी में घर चला सकते हो, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് കപ്പടോं से दाग कैसे हटाया जाता है, അത് കഴിഞ്ഞിട്ട് അപ്പൊ രണ്ട് ചോദ്യം ഇതിന് മുമ്പത്തെ പേജിലുണ്ട്. മണലിൽ എങ്ങനെ മണിക്കൂറുകളും കളിച്ച് രസിക്കാന്ന്. बुआई कब करनी है और फसल को पानी कब देना है. പിന്നെ कचरे में से उपयोगी चीजों को कैसे छांटना है. कहाँ हरे भरे चारागाह, हमारी फसलों की बढ़िया दाम कहाँ मिलेंगे. किसी शब्द को इतनी खूबसूरती से कैसे लिखे जो वह चित्र जैसा लगे. ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കണത് ആര്, ബീർബൽ അക്ബറിനോട് ചോദിക്കണം. അപ്പൊ അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. അപ്പോ അടുത്തതില് ചോദ്യം ഇതൊക്കെ ചോദിച്ചിട്ടാണ് രാജാവിന് മനസ്സിലായത് എന്താണ്, എനിക്ക് ഒന്നും അറിയില്ല. അപ്പൊ ബൂഢി മഹിലാനെ വയസ്സായ സ്ത്രീനെ പരിചയപ്പെട്ടു. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം അല്ലെ. ബൂഢി മഹിലാനെ ഷഹൻഷാ കോ സലാം കിയ. എന്താണ് സലാം പറഞ്ഞ് സല്യൂട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മള് നമിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്, വണങ്ങി. बूढ़ी महिला ने शहंशाह को सलाम किया और कहा, हुजूर. നമ്മള് എന്താ പറയുക, ലോർഡ് എന്നൊക്കെ പറയില്ലേ രാജാവിനെ പറയണ. हुजूर ബുദ്ധിമാൻ വ്യക്തി ജാനത്തെ ഹെ. ബുദ്ധിമാനായ ഇന്റലിജന്റ് മനുഷ്യന്മാര്, വ്യക്തി എന്തറിയും അവർക്ക്. ജാനത്തെ ഹെ കി സബ് കുച്ച് സീഖ് ജാന സംഭവ നഹീ. ബുദ്ധിമാനായ വ്യക്തികൾക്ക് അറിയാം എല്ലാം പഠിക്കാൻ പ്രയാസമാണ്. പറ്റുമോ? അപ്പൊ നിങ്ങൾ സ്കൂളിൽ പോകണം, പഠിക്കണോ, വേറെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പെയിന്റ് ചെയ്യാന് തുന്നാന് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. എല്ലാ വിദ്യകളും ചിലപ്പോൾ ഒരു മനുഷ്യന് അറിയണമെന്നും ഇല്ല. നമ്മൾക്ക് ഒരു കഴിവ് മാത്രം നല്ല പോലെ ദൈവം തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ മറ്റു കഴിവുകൾ തരും, പക്ഷെ അതിൽ നമ്മൾ അത്ര എക്സ്പേർട്ട് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോ എല്ലാ വിദ്യകളും കുറച്ച് കുറച്ചൊക്കെ അറിയുണ്ടാവും, എല്ലാ കാര്യങ്ങളും. പക്ഷെ നമ്മൾ ഏതോ ഒരു കാര്യത്തിൽ മാത്രമേ നമ്മൾ എക്സ്പേർട്ട് ആയിരിക്കും. അപ്പോൾ ബുദ്ധിമാൻ വ്യക്തി ജാനത്തെ ഹെ. ഇന്റലിജന്റ് ആയ വ്യക്തികൾക്ക് അറിയാം എന്താണ് സബ് കുച്ച് സീഖ് ജാന സംഭവ നഹീ ഹെ. എല്ലാം പഠിച്ചെടുക്കുക പറഞ്ഞാൽ അത് നടക്കണ കാര്യമില്ല, സംഭവം അല്ലെ. നമ്മൾ എല്ലാ ഈ ലോകത്തുള്ള എല്ലാ വിദ്യകളും പഠിക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ നിങ്ങളുടെ സബ്ജക്റ്റിനെ നോക്കുക, നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും പഠിക്കണൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക സബ്ജക്റ്റിൽ ഭയങ്കര എന്താണ് ഇൻട്രസ്റ്റും ഉണ്ടാവും, ചെയ്യാനുള്ള താല്പര്യം, നിങ്ങൾ വേഗം ചെയ്ത് തീർക്കും ചെയ്യും. ചില സബ്ജക്റ്റോ വേണോ വേണ്ട വെച്ചിട്ട് പഠിക്കുകയും ചെയ്യും. ഒക്കെ ചില കുട്ടികൾക്ക് ഫിസിക്സ് വേഗം പെട്ടെന്ന് മനസ്സിലാവും, അല്ലെ മാത്സ് മനസ്സിലാവും. അത് പുറമെ ചിലപ്പോൾ മലയാളോ വേറെ വിഷയങ്ങളിൽ അവര് പഠിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ അതിൽ അത്ര എക്സ്പേർട്ട് ആവില്ല. അപ്പൊ അതുപോലെയാണ് നമ്മളെല്ലാ വിദ്യകളും ഉണ്ടാവും, പക്ഷെ നമ്മള് എല്ലാതും ഒരുമിച്ച് പഠിക്കുക പറഞ്ഞാൽ यह शिक्षा इंसान कैसे बन जा सकता. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്യുക. എന്താണ്, പക്ഷെ എല്ലാ ആൾക്കാർക്കും ഇത് പഠിക്കണം നിർബന്ധമാണ്. സീഖ്ന ചാഹിയെ കി അച്ഛാ ഇൻസാൻ, നല്ലൊരു മനുഷ്യൻ എങ്ങനെ ആവേണ്ടത്. ഇപ്പൊ ലോകത്തെ എല്ലാ വിദ്യകളും ഇതൊക്കെ അറിയാം, എല്ലാ അതിലും വിദഗ്ധന്മാരാണ്. പക്ഷെ സ്വഭാവം നന്നില്ലെങ്കിൽ എന്താണ്, ഒന്നുമില്ല, പട്ടപൂജയാണ് അല്ലേ. നമ്മളൊരു ഇംഗ്ലീഷിലൊരു പ്രോവർബ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ഇഫ് വെൽത്ത് ഈസ് ലോസ്റ്റ് നത്തിങ് ഈസ് ലോസ്റ്റ്. ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈസ് ലോസ്റ്റ്. ഇഫ് ക്യാരക്ടർ ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ്. എന്താണ് വെൽത്ത്? സമ്പത്ത് നഷ്ടപ്പെട്ട ഒന്നുമല്ല, ആരോഗ്യം നഷ്ടപ്പെട്ട എന്തോ കുറച്ച് നഷ്ടപ്പെട്ടു, പക്ഷെ സ്വഭാവം നഷ്ടപ്പെട്ടാലോ, ക്യാരക്ടർ എല്ലാം നഷ്ടപ്പെട്ടു. അപ്പൊ നമ്മള് സമൂഹത്തിൽ ഒന്നുമില്ല. സോ ക്യാരക്ടർ ഈസ് ലോസ്, എവറിത്തിങ് ഈസ് ലോസ്. അപ്പൊ നമ്മൾ സമൂഹത്തിൽ നമ്മൾ എന്ത് വിദ്യ നേടിയിട്ടും കാര്യമില്ല. നമ്മൾ നല്ല സ്വഭാവക്കാരൻ, അച്ഛാ ഇൻസാൻ, നല്ല മനുഷ്യനാവണമെങ്കിൽ
എന്ത് വേണം? അച്ഛാ ഇൻസാൻ കേസെ ബൻ ജാ സക്താ ഹൈ. എങ്ങനെയാണ് ഒരു നല്ല മനുഷ്യനുണ്ട, അതും കൂടി നമ്മൾ അതിൽ പഠിക്കണം. शहंशाह बूढ़ी महिला के शब्दों को सादगी से प्रभावित हुई. അപ്പോ ഈ വാക്കുകൾ കേട്ടിട്ട് സിമ്പിൾ ആയിട്ട്, സാദിക്ക് പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള ഈ വാക്കുകൾ സിംപ്ലിസിറ്റി കണ്ടപ്പോ, എന്താണ് സിംപ്ലിസിറ്റി പറഞ്ഞാൽ? സിമ്പിൾ ആയിട്ട് ഒരു കോമൺ സാധാ ജനങ്ങളുടെ കൂട്ടത്തിന്ന് വന്ന ഒരു വയസ്സായ സ്ത്രീയാണ്. അവര് സിംപ്ലിസിറ്റി കണ്ടപ്പോ സാദികി പറഞ്ഞ അതിനാ പറയാ ലളിതമായ സിംപ്ലിസിറ്റി, അതിൽ അവരെ ആകർഷിച്ചു. ആര്? അക്ബർ വീണുപോയി അവരെ വാക്കുകളിൽ. വേ ഉൻകി ആകെ അദബ് സെ ജുകെ. അദബ് പറഞ്ഞ എന്താണ്? അദബ് സെ ജുകെ, റെസ്പെക്റ്റോടെ, ആദരോടെ, അവര് മുമ്പില് ആദരോടെ കുനിഞ്ഞു. और फिर मुड़कर बीरबल से कहा. തിരിഞ്ഞ് ബീർബലിനോട് ആദരവായിട്ട് റെസ്പെക്റ്റോടെ എന്ത് ചെയ്തു? അദബ്, കൈ തൊഴുത് നിന്നു. എന്താണ്? മനുഷ്യൻ എന്ത് പഠിച്ചാലും നല്ല സ്വഭാവം, നല്ലൊരു മനുഷ്യനാവണം, അതും കൂടി പഠിക്കണം. അതാണ്, എങ്ങനെയാണ് അത് നല്ലൊരു മനുഷ്യനാവേണ്ടത്, അതാണ് ഏറ്റവും പ്രധാനം. और फिर मुड़कर बीरबल से बोले. തിരിഞ്ഞ് ബീർബലിനോട് എന്ത് പറഞ്ഞു? तुम सच से भाग्यशाली हो तो मुझे इतनी समझदार गुरु मिली. നീ ബീർ പറഞ്ഞ് തിരിഞ്ഞിട്ട് മുടുക്കർ പറഞ്ഞ തിരിഞ്ഞ് മുടുക്കർ എന്താ പറഞ്ഞത്? നീ സത്യത്തില് തും സച്ച് മേ ഭാഗ്യശാലി, നീ ഒരു ഭാഗ്യമുള്ളവനാണ്. നിനക്ക് ഇത്രയും എന്താണ് ബുദ്ധിമതിയായ ഇന്റലിജന്റ് ആയിട്ട് ഒരു എന്താണ് ഒരു ഗുരുവിനെ കിട്ടി. അപ്പൊ ആരായിരുന്നു ഗുരു ബീർബലിന്റെ? ബൂഢി മഹിള. ഇത്രയും സമസ്ദാർ അറിവ് നേടിയ ഒരു മനസ്സിലാക്കണ ഒരു ഗുരുവിനെയാണ് നിനക്ക് കിട്ടി, നീ നല്ല ഭാഗ്യശാലിയാണെന്ന്. അപ്പൊ ഇതാണ് നമ്മളുടെ സ്റ്റോറി. ഇതോടെ അക്ബർ രാജാവിന് മനസ്സിലായി, ഞാനൊന്നും എനിക്ക് അറിയില്ല, ഞാൻ ശരിക്കും വട്ടപൂജ്യമാണ്, എനിക്ക് ഒരു അറിവും ഇല്ല ഒന്നിനെയും കുറിച്ചിട്ട്. അപ്പൊ ഇനി ആദ്യം തൊട്ടിട്ട് പഠിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ നല്ല എന്താണ് ഗുരു, നമ്മളുടെ ബൂഢി മഹിള ഗുരു എന്താണ് ഒരു ഉപദേശം കൊടുത്തത്? അച്ഛാ ഇൻസാൻ കേസെ ബൻ ജാ സക്താ, നല്ല മനുഷ്യൻ എങ്ങനെ ആവണം. അപ്പൊ ഇതാണ് നമ്മുടെ ഈ സ്റ്റോറിയുടെ ഏറ്റവും വലിയ ആശയം. അപ്പൊ നമ്മള് കഥ ഒന്നും കൂടി നോക്കുക. എന്തായിരുന്നു? രാജാവിന് കുറെ കാര്യങ്ങൾ അറിയണം. അത് ആരാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ബീർബൽ. ബീർബലിന്റെ ശരിക്കും പേരെന്തായിരുന്നു? മഹേഷ് ദാസ്. ആ പേര് ഇട്ടത്, ബീർബലിന് പേരിട്ടത് അക്ബറായിരുന്നു. അത് ബീർബലിന്റെ അർത്ഥം എന്താണ്? ധൈര്യശാലി, ബുദ്ധിശാലി എന്നൊക്കെയാണ്, വിവേകമുള്ള ഒക്കെയാണ് അർത്ഥം. അങ്ങനെ അക്ബറിന്റെ മന്ത്രിയായിരുന്നു ആര്? ബീർബൽ. അങ്ങനെ ഒരു ദിവസം അക്ബറിന് എന്താണ് ആഗ്രഹം? പഠിക്കാനുള്ള ആഗ്രഹം. അങ്ങനെ കൊട്ടാരത്തില് കുറെ പേര് വന്ന് എല്ലാരും അവിടെ വന്ന് നിക്കണുണ്ട് അല്ലെ? ആൾക്കാരപ്പോ അതിൽ കുറെ ആൾക്കാർ, തരം തരം ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? ബച്ചന് കുട്ടികൾ, ബുസുറു തന്നെ പ്രായമുള്ളവർ, ഗൃഹണിയാൻ പറഞ്ഞ എന്താണ്? വീട്ടു ജോലിക്കാർ, ജോ കപ്പട സാഫ് കർത്തെ ഹെ, അവരെന്താ പറയാ നമ്മള്? ധോബിൻ. ധോബിൻ പറഞ്ഞ എന്താണ്? കപ്പട, തുണി അലക്കുകാരെ സാഫ് കർനെ വാലെ वो कहते हैं ധോബിൻ. തുണി അലക്കുകാരെ എന്ത് പറയുന്നത്? ധോബിൻ. അത് ഒറ്റ വാക്കിലൊക്കെ ചോദിക്കും. കിസാൻ പറഞ്ഞ എന്താണ്? ഖേത്തിമേ കാം കർനെ വാല. ഖേത്തി പറഞ്ഞ കൃഷി സ്ഥലങ്ങൾ പണി ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്താ പറയാ? കിസാൻ, കൃഷിക്കാരൻ. പിന്നെ വേസ്റ്റ് ഒക്കെ പെറുക്കുന്ന കച്ചറ ബിന്നിവാല. ദുക്കാൻദാർ പറഞ്ഞ എന്താണ്? കടക്കാരൻ, കടയിലെ സാധനങ്ങളൊക്കെ വിൽക്കണം. ലിപിക്ക് പറഞ്ഞ എഴുത്ത് ജോലിയൊക്കെ, ക്ലർക്ക് വർക്ക്, ഗുമസ്തനൊക്കെ പറയില്ല, എന്താണ് എഴുത്ത് കണക്കൊക്കെ എഴുതണ അങ്ങനത്തെ ആൾക്കാരെയാണ് ലിപിക്ക് എന്ന് പറയുന്നത്. ലിപികൾ അങ്ങനെ ആലോചിച്ചാൽ മതിയെ. എഴുത്തില് കണക്കൊക്കെ സൂക്ഷിക്കണ ആൾക്കാര്. അങ്ങനെ പിന്നെ മൺപണി എടുക്കണവരുണ്ടാവും, ചട്ടിങ്കൽ, അതിന് കുംഹാർ എന്നാ പറയും കേട്ടോ. കുംഹാർ. ചട്ടിങ്കലും ഇതൊക്കെ പണിയെടുക്കണവര് എന്താ പറയാ? കുംഹാർ. എഴുതി കാണിക്ക. കു മ ഹ ർ.
മൺപണി ഇപ്പൊ നമ്മള് വട്ടത്തിലും മണ്ണിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചട്ടിയും കലൊക്കെ ഉണ്ടാക്കില്ലേ, അതിനെന്താ മൺപണി എടുക്കണവർക്ക് എന്താ പറയാ നമ്മള്? കുംഹാർ. അപ്പൊ അത് ആലോചിച്ച് വെക്കുക. അതിൽ പറഞ്ഞിട്ടില്ല ഇരുമ്പ് പണിക്കാര് ലോഹാർ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബുദ്ധിമാനായ ആൾക്കാരും വിഡ്ഢികളായിട്ടൊക്കെ ഉണ്ട് ആൾക്കാര്. അതൊക്കെ നമ്മള് പഠിക്കാം. ഇപ്പൊ കിസാൻ ഖേത്തി മേ കാം കർനെ വാല അവരെന്താ പറയാ നമ്മള്? കിസാൻ, കപ്പട ധോനെ വാല, ധോബിൻ, ചിത്ര ബനാനെ വാല, ചിത്രം വരയ്ക്കുന്ന ആൾക്കാർ എന്താ പറയാ? ചിത്രക്കാർ. ട്ടാ ഇതൊക്കെ ആലോചിച്ച് വെക്കുക. ഇതുപോലെ മിട്ടി സെ കാം കരെ, മിട്ടി പറഞ്ഞ മണ്ണുകൊണ്ട് പണിയെടുക്കുന്ന ആൾക്കാരെ എന്താ പറയാ നമ്മള്? കുംഹാർ. അപ്പൊ ഇങ്ങനത്തെ ഒറ്റ വാക്കുള്ള ഇത് വൺ വേർഡ് ആൻസർ ആയിട്ട് ഇത് പഠിച്ചു വെക്കുക. അതുപോലെ എങ്ങനത്തെ ആൾക്കാർ, കുറെ ആൾക്കാർ നിറഞ്ഞു നിന്നിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക. ഏതൊക്കെയാണ് ബീർബൽ അക്ബറിനോട് ചോദിക്കുന്നത്. പിന്നെ ബീർബൽ ആരെ കൈയാണ് തിരക്കിന്റെ ഉള്ളിൽ നിന്ന് പിടിച്ചത്? ബൂഡി മഹില. ബൂഡി പറഞ്ഞ വയസ്സായ സ്ത്രീ, അതാണ് വിശേഷൻ ട്ടോ, വിശേഷിപ്പിക്കണു. പിന്നെ ആരായിരുന്നു ബീർബലിന്റെ ആദ്യത്തെ ഗുരു? ബൂഡി മഹില. അപ്പൊ ബൂഡി മഹില ആരായിരുന്നു? ഇപ്പൊ ചോദ്യം ചോദിക്കാണ്, അവര് അമ്മയായിരുന്നോ? അക്ബറിന്റെ അമ്മയായിരുന്നോ? ബീർബലിന്റെ അമ്മ, അല്ലെങ്കിൽ ബീർബലിന്റെ ഗുരു ആയിരുന്നോ? ആര്? ബൂഡി മഹില ബീർബൽ കി ഗുരു ഥി, അല്ലെ? ബീർബലിന്റെ ഗുരു ആയിരുന്നു. വ്യക്തി ശബ്ദ ക സമാനാർത്ഥ, വ്യക്തി ശബ്ദത്തിന് സമാന പദം ഏതാണ്? ഷഖ്സ്. നമ്മളിവിടെ ഷഖ്സ് പറഞ്ഞിട്ടുണ്ട്. അവര് എല്ലാരും കൂട്ടത്തോടെ വരുന്നുണ്ട്. വ്യക്തി പറഞ്ഞാല് എന്താണ്? ഷഖ്സ്. ഷഖ്സ് പറയണുണ്ട് ഒരു വാക്ക്. എവിടെയാണ്? ഹർ ഷഖ്സ് കോ കുച്ച് നാ കുച്ച് ആത്താ ഹെ. ഇവിടെതാ ഷഖ്സ്. ആ വാക്ക്